നെഞ്ചരിച്ചില്, പുളിച്ചു തികട്ടല്, വായ്നാറ്റം, വായിൽ കയ്പ്പ് രസം ഉണ്ടാവുക, ഇടയ്ക്കിടയ്ക്ക് തൊണ്ടവേദന വരിക, ഇടയ്ക്ക് ശ്വാസം മുട്ടുക, ഇതെല്ലാം ആസിഡ് റിഫ്ലക്സ് എന്ന കണ്ടീഷന്റെ ലക്ഷണങ്ങളാണ്. ആസിഡ് റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റൊമക്കിലെ ആസിഡ് നമ്മുടെ ഫുഡ് പൈപ്പായ ഈസോഫാഗസിലേക്ക് എത്തുന്നതിനെയാണ് ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. അമിതവണ്ണം, പ്രഗ്നൻസി, ഓവർ ഈറ്റിംഗ്, കഴിച്ച ഉടനെ തന്നെ കിടന്നുറങ്ങുക, കൂടുതലായിട്ട് സ്പൈസി ഫുഡ് എടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ചായ കോഫി എന്നുള്ളവ കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഡ്രിങ്ക് ചെയ്യുന്നവര്, സ്മോക്ക് ചെയ്യുന്നവര്, പിന്നെ സ്ട്രെസ്, ഇതെല്ലാം ആസിഡ് റിഫ്ലക്സിനെ കൂട്ടുന്ന കാര്യങ്ങളാണ്. ഹയാറ്റൽ ഹെർണിയ ഉള്ള പേഷ്യൻസിന് ചിലർക്ക് ആസിഡ് റിഫ്ലക്സ് കാണാറുണ്ട്. ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ട് നമുക്ക് ഫുഡിന്റെ പോർഷൻ കൺട്രോൾ ചെയ്ത് ഫ്രീക്വൻസി കൂടുതലായിട്ട് കഴിക്കാം. ആഹാരം കഴിച്ചുടനെ കിടന്നുറങ്ങാതിരിക്കുക, 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉറങ്ങാവുള്ളൂ. ആഹാരം കഴിച്ചുടനെ വെള്ളം കുടിക്കാതിരിക്കുക. സ്മോക്കിംഗ് ഉള്ളവർ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യുക. ഡ്രിങ്ക് ചെയ്യുന്നവർ ഡ്രിങ്കിങ് ക്വിറ്റ് ചെയ്യുക. കുറയ്ക്കാനായി 1/2 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനിഗർ 1 ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് കുടിക്കുക. കരിഞ്ജീരകമോ പെരിഞ്ജീരകമോ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം. ഇഞ്ചി, മഞ്ഞൾ കൂടുതലായി ആഹാരത്തിൽ ആഡ് ചെയ്യുക. അതുപോലെ ആൽക്കലൈൻ ഫുഡുകളായ പഴം, ലീഫി വെജിറ്റബിൾസ്, ബ്രോക്കോളി, കോളിഫ്ലവർ, നട്ട്സ്, സീഡ്സ് പോലുള്ളവ കൂടുതലായി ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. എന്നും കുറച്ച് ആൽമണ്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. പ്രോപ്പർ ഹൈഡ്രേഷൻ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ ആഹാരം കഴിച്ച ഉടനെ വെള്ളം കുടിക്കരുത്. പകരം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക.